ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, ഒരു മറുപടിയും തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സുരേഷ് ഗോപി ഉണ്ട്, വേറൊരു കേന്ദ്രമന്ത്രിയുണ്ട്. സുരേഷ് ഗോപി എന്താ ചെയ്തിട്ടുള്ളത്? കുറച്ച് കുട വാങ്ങിക്കൊണ്ട് കൊടുത്തവിടെ. അദ്ദേഹം ഇത്രയൊക്കെ ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പം ധരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ പ്രവർത്തകരെ വിരട്ടി റെഡിയാക്കി ഒരു മൂലയെ കൊണ്ട് ഞാൻ ആക്കും, അങ്ങനെ ഞാനൊരു ധീരനാണെന്നുള്ള ഒരു അവാർഡ് വാങ്ങാം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇപ്പം ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ, ഇനിയിപ്പോൾ നിങ്ങളെയൊക്കെ നിരന്തരമായി വിരട്ടലായിരിക്കും അദ്ദേഹത്തിന് ജോലി. അതുകൊണ്ട് നിങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പോകണമെങ്കിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചുകൊണ്ട് പോകണം. അല്ല, മുൻകൈ എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, ഞാനങ്ങനെ ഒരു വിരോധമായിട്ടോ നെഗറ്റീവായിട്ടോ പറഞ്ഞതല്ല. ഞാനിപ്പോഴും ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലേബർ ഇഷ്യൂ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിനൊരു വിഷയമുണ്ടോ? അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. കോടതി ചെന്നാലും നിലനിൽക്കുന്നതാണ്. ലേബർ കമ്മീഷണർ, ലേബർ സെക്രട്ടറി, ലേബർ മിനിസ്റ്റർ, ഈ നിലയിൽ അവർക്ക് പരാതി കൊടുക്കേണ്ട ആയിട്ടുണ്ട്. നമുക്കവർ സമരം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പരാതിയെ തന്നിട്ടില്ല എന്നുള്ള സത്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എനിക്കതിലൊരു പരാതിയില്ല. എങ്കിൽ തന്നെ അത് എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് എല്ലാ പിന്തുണയും ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്കും കാര്യമൊക്കെ നിങ്ങളെല്ലാം ചെറുപ്പക്കാരില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഒരു കമ്മീഷനെ വയ്ക്കാമെന്ന് പറഞ്ഞു. കമ്മീഷനല്ല, ഒരു കമ്മിറ്റിയെ 2-3 മാസം കൊണ്ട് അതിൻ്റെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചെങ്കിലും മൂവ് ചെയ്യാമല്ലോ. INDCയിലെ ചന്ദ്രശേഖരൻ പറഞ്ഞല്ലോ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുക. അപ്പോൾ ഇതൊരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാതെ നമുക്ക് ഇങ്ങനെ ഇവിടെ ചെന്ന് എത്താൻ പറ്റും. എന്ത് പരിഗണനയാണോ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അവരെല്ലാം നമ്മുടെ സഹോദരിമാർ തന്നെ. എന്നോട് വന്ന് അപേക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും. അപേക്ഷിക്കണ്ട, എന്നോടൊരു അഭ്യർത്ഥന നടത്തി എനിക്കൊരു കത്ത് തന്നാൽ, ഒരു മധ്യസ്ഥൻ്റെ ലേബർ മന്ത്രിയാണല്ലോ, ഒരു മധ്യസ്ഥനാവുന്നതിൽ തെറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പരിശോധന നടത്താനോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്താനോ അവർക്കെതിരെ നടപടി കൊണ്ടുവരാനോ അവരുടെ ശ്രമം തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനൊരു സംശയത്തിൻ്റെ വിഷയമില്ലല്ലോ. തൊഴിൽ വകുപ്പ് അതിനു വേണ്ടിയാണല്ലോ തൊഴിൽ വകുപ്പ് പ്രവർത്തിക്കുന്നതിന്. പ്രശ്നം എന്ന് വെച്ചാൽ പലരും അതിനുവേണ്ടിയുള്ള പരാതി നൽകുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് മേഖലയിൽ, അത് മാധ്യമരംഗത്തായിരുന്നാലും മറ്റേത് രംഗത്തായിരുന്നാലും അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള നിലയിൽ ഉള്ള പരാതി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കോടതി പോയാലും അവസാനം കോടതിയാണല്ലോ, പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഗവൺമെൻറ് ശ്രദ്ധയിൽ വരുന്നത് എല്ലാ തൊഴിൽ നിയമങ്ങളെയും തൊഴിൽ മന്ത്രി എന്ന നിലയിൽ ഇടപെടുന്നുണ്ട്, അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തൊഴിലില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. നമ്മുടെ തന്നെ ഈ ടെലിവിഷൻ ചാനലിൽ എത്ര സഹോദരിമാരാണ് കൊച്ചു കുട്ടികൾ ജോലി ചെയ്യുന്നത്? അവർക്ക് യഥാർത്ഥത്തിൽ ശമ്പളം കിട്ടുന്നുണ്ടോ? അവരെല്ലാം ഈ വെയിലത്ത് വന്ന് രാവിലെ വൈകുന്നേരം വരെ ഈ നമ്മുടെ മൈക്കും പിടിച്ചുകൊണ്ട് നിന്ന് അവരുടെ കൈയും കാലും കൈയെല്ലാം റെഡി ആയിട്ടുണ്ട്. അല്ല, എന്നാലും അസിസ്റ്റന്റ് മനുഷ്യനാണല്ലോ. അല്ല, ഞാനത് ഒരു ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അതൊരു വിഷയമൊന്നും ആക്കണ്ട. ഞങ്ങൾ ചെന്നൈയിലും കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SDPയുടെ ഓഫീസുകളിൽ വേറെ, അല്ലാതെ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട അവരുടെ അണിയർ പ്രവർത്തകർക്ക് അവരുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെയാണ് റെയ്ഡും അതുപോലെ തന്നെ കണക്ക് ബോധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ കേന്ദ്ര അന്വേഷണ സംഘം എല്ലാം തന്നെ BJP വിരുദ്ധ
ഗവൺമെൻറ്റുകളെയും BJPക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും കള്ളക്കേസുകൾ ചമഞ്ഞ് റെയ്ഡ് ചെയ്ത് അത്തരം ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഒഴികെയുള്ള ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. കാരണം കേന്ദ്ര ഏജൻസികളെ തങ്ങളുടെ പരിധിക്ക് നിർത്തുന്നതിന് വേണ്ടി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതി തന്നെ ഈ ഇത്തരം നടപടികളെ ശക്തമായി എതിർക്കുകയും അവസാനിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. എല്ലാ കാലത്തും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും BJP വിചാരിക്കേണ്ട EDയുടെ സഹായത്തോടു കൂടി രാജ്യത്താകെ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ളവരും അവർ ധരിക്കുകയും വേണ്ട. എന്നെങ്കിലും ഇതിൻ്റെ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.